Read the first and natural number and display the list. File name cache include stdio.h ഫങ്ഷൻ മെയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വോയിഡ് മെയിലിന് കൊടുത്തു. അതുപോലെ തന്നെ ഇൻഡ് എൻ, അതായത് ഇൻറ്റീജർ നാച്ചുറൽ നമ്പർ ആയതുകൊണ്ട് എണ്ണക്ക സംഖ്യ, അതുകൊണ്ട് നമ്മൾ ഇൻറ്റീജർ നമ്പർ ആയത് നാച്ചുറൽ നമ്പർ ഇൻറ്റീജർ ആയതുകൊണ്ട് ഇൻഡ് എൻ എന്ന് കൊടുത്തു. അതുപോലെ തന്നെ പ്രിൻ്റ് ഓഫ് എൻ്റെ ലിമിറ്റ്, ഒരു ലിമിറ്റ് നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോൾ 100 വരെയാണെങ്കിൽ 100 വരെയുള്ള നമ്പർ ആണെങ്കിൽ 100 സെറ്റ് ചെയ്യുക. അങ്ങനെ 10 ആണെങ്കിൽ 10 സെറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിനെ റീഡ് ചെയ്യുക. സ്കാൻ ഓഫ് പേഴ്സൺ ഐ ഡി ആമർസെന്നെ അതിനെ റീഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എൻ്റർ ചെയ്യാനുള്ള നമ്പറിനെ നമ്മൾ ജസ്റ്റ് പ്രിൻ്റ് ചെയ്തു. പ്രിൻ്റ് ഓഫ് എൻ്റെ നമ്പേഴ്സ് സ്ലാഷ് എന്ന് ഉദ്ദേശിക്കുന്നത് താഴെ വരാൻ വേണ്ടി. അതായിട്ട് നമ്മൾ ഫോർ ലൂപ്പ് ഇട്ടു. ഐ = 0 കൊടുത്തു. ഐയുടെ വാല്യൂ 0 കൊടുത്തു. അത് കഴിഞ്ഞിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. അതപ്പോൾ ഐ <n ആണെങ്കിൽ ഇൻക്രിമെൻ്റ് ചെയ്യും. അതായത് ഐയുടെ വാല്യൂ കൂടി വരും. ആദ്യം ഐ = 0 ആണെങ്കിൽ പിന്നെ i+1 അങ്ങനെ 1+2 അങ്ങനെയൊക്കെ കൂടി 10 വരെ ഞാൻ ലിമിറ്റ് കൊടുത്തെങ്കിൽ 10 വരെ ഇതിന് പോകും. അതുപോലെ തന്നെ ഈ അറേനെ നമ്മൾ ഡിക്ലെയർ ചെയ്തു. ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഫോർ ലൂപ്പ് ഇടുന്നതിന് മുന്നേ ഐ ഡിക്ലെയർ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ അറേനെ നമ്മൾ റീഡ് ചെയ്തു. സ്കാൻ ഓഫ് പേഴ്സൺ ഐ ഡി ആമർസെൻ AOFI അത് 100 ആണെങ്കിൽ അതിനെ റീഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇതിനെ പ്രിൻ്റ് ചെയ്തു നമ്മൾ എൻ്റർ ചെയ്ത നമ്പറിനെ. അതുകൊണ്ട് വീണ്ടും ഫോർ ലൂപ്പ് നമ്മൾ മേൽ പറഞ്ഞ പോലെ കണ്ടീഷൻ ചെക്ക് ചെയ്തു. അത് അതിനെ ഡിസ്പ്ലേ ചെയ്യാനുള്ള കമാൻഡ് പ്രിൻ്റ് ഓഫ് പേഴ്സൺ ഐ ഡി /n AOFI. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. 5 കൊടുത്തു, നമ്പേഴ്സ് കൊടുത്തു 1 2 ഒരു 5 കൊടുക്കാം. 1 2 3 4 5 കൊടുത്തു. കണ്ട എൻ്റെ ഡിസ്പ്ലേ ചെയ്തു. അത്രേ ഉള്ളൂ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റീഡ് ദ n നമ്പേഴ്സ് ആൻഡ് ഡിസ്പ്ലേ ദ ഓഡ് നമ്പേഴ്സ്. നമ്മൾ നേരത്തെ ഇതുപോലെ തന്നെയാണ്. ഇത് നമ്മൾ നേരത്തെ ചെയ്ത പ്രൊസീജിയേഴ്സ് തന്നെയാണ്. ക്യാഷ് ഇൻക്ലൂഡ് stdio ഫയൽ നെയിം കൊടുത്തു, ഫംഗ്ഷൻ മെയിലിൽ വോയിഡ് മെയിൻ കൊടുത്തു, അതിൻ്റെ ഇൻറ്റെൻറ്റ് ഡിക്ലെയർ ചെയ്തു. അതുപോലെ ലിമിറ്റ് സെറ്റ് ചെയ്തു, അതിനെ റീഡ് ചെയ്തു, പിന്നെ നമ്പർ അടിച്ചു കൊടുത്തു, ഫോർ ലൂപ്പ് ഇട്ട് കൊടുത്തു, കണ്ടീഷൻ ചെക്ക് ചെയ്തു. ഇത് എൻട്രി കൺട്രോൾ ലൂപ്പ് ആയതുകൊണ്ടാണ് ഫോർ ലൂപ്പ് ഇട്ട് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് ആദ്യം ടെസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇതിനെ റീഡ് ചെയ്യും, ഈ അറേനെ AOFI. അത് കഴിഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്പർ പ്രിൻ്റ് ഓഫ് എൻ്റെ നമ്പർ അത് ജസ്റ്റ് പ്രിൻ്റ് ചെയ്ത് വരും. അത് കഴിഞ്ഞിട്ട് ഫോർ ലൂപ്പ് ഇട്ട് ഡിസ്പ്ലേ ചെയ്തു. ഇതെല്ലാം നേരത്തെ അതേ പ്രൊസീജിയേഴ്സ് തന്നെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളതാണ് ഓഡ് നമ്പേഴ്സിൻ്റെ ലിസ്റ്റ് ചെയ്ത് വരേണ്ടത്. അതായത് പ്രിൻ്റ് ഓഫ് ദ ഓഡ് നമ്പേഴ്സ് ഇൻ ദ ലിസ്റ്റ്. അതായത് നമ്മൾ ഈ തന്നിരിക്കുന്ന നമ്പറിനെ ഓഡ് നമ്പറിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അതിനുള്ള കണ്ടീഷൻസാണിത്. അതായത് ഫോർ i = 0 AOFI നോട്ട്, അതായത് അറേയുടെ ഇപ്പോൾ AOF 100 ആണെങ്കിൽ നോട്ട് ഈക്വൽ ടു /0, അതായത് 0 ആകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ഐയുടെ വാല്യൂ കൂടി ഇൻക്രിമെൻ്റ് ചെയ്ത് വരും. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ താഴത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയിരിക്കും. അപ്പോൾ ഈ AOFI മോഡ് ടു നോട്ട് ഈക്വൽ 0, അതായത് അത് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആണെങ്കിൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണ്. അപ്പോൾ അത് ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ ആ ഡിസ്പ്ലേ ചെയ്ത സാധനം ഓടായിരിക്കും. ഇനി AOFI മോഡ് ടു ഈക്വൽ ടു 0 ആണെങ്കിൽ അത് ഈവൻ ആയിരിക്കും. അത്രേ ഉള്ളൂ. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. നമ്മളതിനെ റൺ ചെയ്തു. ഒരു ലിമിറ്റ് സെറ്റ് ചെയ്ത് കൊടുത്തു. അതായത് 5 നമ്മൾ കൊടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മളൊരു വെറുതെ ഒരു റാൻഡം ആയിട്ടൊരു നമ്പർ അടിച്ചു കൊടുത്തു. 1 6 9 10 2 കൊടുത്തു. എന്നിട്ട് നമ്മൾ എൻ്റർ ചെയ്ത നമ്പറിനെ ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേ ചെയ്തു. അത് നമ്മൾ നേരത്തെ ആദ്യം ചെയ്ത പോലെ തന്നെ. ഇപ്പോൾ ഇതിനകത്ത് ഈ കൂടുതലിനകത്തുള്ള ഓഡ് നമ്പറിനെ സെപ്പറേറ്റ് ചെയ്തു. അതായത് അവിടെ /t നമ്മൾ കൊടുത്തില്ല. അത് ഇങ്ങനെ എന്താ പറയുക, സ്പേസ് ഇട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടിയാണ്. അതായത് മെട്രിക്സ് ഒക്കെ ചെയ്യുന്ന പോലെ ഇങ്ങനെ ഗ്യാപ്പിട്ട് വരാൻ വേണ്ടി. 1 9 ആണ് ഇതിനകത്ത് ഓഡ് നമ്പർ ആയിട്ടുള്ളത്. അത്രേ ഉള്ളൂ.
ഇനി അടുത്തത് റീഡ് ദ n നമ്പേഴ്സ് ആൻഡ് ഡിസ്പ്ലേ ദ നമ്പേഴ്സ് യൂസിങ് ഫങ്ഷൻ, അതായത് ഫങ്ഷൻ റീഡ് ഡിസ്പ്ലേ. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. അതായത് n നമ്പേഴ്സിനെ റീഡ് ചെയ്യാൻ വേണം, ഡിസ്പ്ലേ ചെയ്യണം. പക്ഷേ നേരത്തെ ഇതുപോലെയല്ല, ഫങ്ഷൻ ഉപയോഗിച്ച് ചെയ്യണം. ഫയൽ നെയിം കൊടുത്തു, ക്യാഷ് ഇൻക്ലൂഡ് stdi.h. അതുപോലെ തന്നെ നമ്മൾ ഡിക്ലെയർ ചെയ്തു വോയിഡ് റീഡ്, സെമിക്കോളനിൽ കോളൻ ബ്രാക്കറ്റ് കൊടുത്തു, എന്നിട്ട് സെമിക്കോളൻ ചെയ്യുന്നതിനാണ് ഡിക്ലറേഷൻ. ഓക്കെ, എന്നിട്ട് വോയിഡ് റീഡ് കൊടുത്തു, ഡിസ്പ്ലേ ചെയ്യാനുള്ള കൊടുത്തു, പിന്നെ ഫങ്ഷൻ നെയിം ഫങ്ഷൻ മെയിൻ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് അതിനെ കോൾ ചെയ്തു, റീഡ് സെമിക്കോളൻ കൊടുക്കുന്നത് കോൾ ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ഫങ്ഷൻ ഡിഫൈൻ ചെയ്തു. അതിൻ്റെ അകത്താണ് നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ ചെയ്യുന്നത്. അതായത് ലിമിറ്റ് സെറ്റ് ചെയ്യലും നമ്പർ എൻ്റർ ചെയ്തൊക്കെ ചെയ്യുന്നത്. അതായത് ഇൻ്റെന്ന് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരു ലിമിറ്റ് നമ്മൾ പ്രിൻ്റ് ചെയ്തു, പ്രിൻ്റ് ഫെൻ്റത് ലിമിറ്റ്. അതുപോലെ തന്നെ റീഡ് ചെയ്തു, സ്കാൻ ഓഫ് പേഴ്സണേജ് ആമ്പർസെൻ്റ് തന്നെ. അത് കഴിഞ്ഞിട്ട് ആ നമ്പർ തന്നെ എൻ്റർ ചെയ്തു. സ്ലാഷ് എന്ന് പറഞ്ഞാൽ താഴെ വരാൻ. അതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫോർ ലിപ്പ് ഇട്ട് കൊടുത്തു, അയാളുടെ കണ്ടീഷൻ ഈക്വൽ ടു 0 കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യണമെന്നാണ് ഐ ലെസ് ദാൻ n, അയാളുടെ വാല്യൂ എന്നേക്കാളും ചെറുതായി വരണം. അതുപോലെ തന്നെ അങ്ങനെ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണെങ്കിൽ അയാളുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ആവും, അതായത് കൂടിക്കൂടി വരും. എന്നിട്ട് ഈ അറേ നമ്മൾ ഇതിനകത്ത് ഡിക്ലെയർ ചെയ്യണം. അതുപോലെ തന്നെ ഇതിനെ റീഡ് ചെയ്യുകയും ചെയ്യണം. അത് സ്കാൻ ഓഫ് പേഴ്സണേജ് ആമ്പർസെൻ്റ് AFI. അതുപോലെ തന്നെ അത് നമ്മൾ സെമിക്കോളനല്ലോ ബ്രാക്കറ്റ് ഇട്ട് ക്ലോസ് ചെയ്തു. അതായത് ഈ വോയിഡ് റീഡ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ബ്രാക്കറ്റ് ഇട്ട് ഓപ്പൺ ചെയ്യണം. അതുപോലെ തന്നെ ലാസ്റ്റ് നമ്മൾ ക്ലോസ് ചെയ്യുകയും ചെയ്യണം. അതുപോലെ ഇനി അടുത്ത ഫങ്ഷൻ ഡിഫൈൻ ചെയ്യുക, വോയിഡ് ഡിസ്പ്ലേ. അതിന് നമ്മൾ സെമിക്കോളൻ്റെ ആവശ്യമില്ല, അതായത് ഫങ്ഷൻ ഡിഫൈൻ ആയതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ ഇൻ്റെന്ന് ഡിക്ലെയർ ചെയ്തു. അതുപോലെ തന്നെ പ്രിൻ്റ് ഫെൻ്റ് നമ്പർ /n, അതായത് പ്രിൻ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിനെ ഡിക്ലെയർ ചെയ്തു, ഫോർ ലൂപ്പ് ഇട്ടു, ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ n, ഇൻക്രിമെൻ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അറേനെ ഡിക്ലെയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഡിസ്പ്ലേ ചെയ്തു, അതായത് പ്രിൻ്റ് ഓഫ് പേഴ്സണേജ് /t AFI. /t എന്ന് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഗ്യാപ്പ് ഇട്ട് ഇങ്ങനെ നിരന്ന് വരുന്നതിനാണ്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. നമ്മളൊരു ലിമിറ്റ് സെറ്റ് ചെയ്തു, ഞാൻ 4 കൊടുത്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 1, 8, 9 കേട്ടോ, എൻ്റെ ഡിസ്പ്ലേ ചെയ്ത് കിട്ടി. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് 4ാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം. ഫൈൻഡ് ദി സം ഓഫ് 2 arrays യൂസിങ് ദ റീഡ്, സം ആൻഡ് ഡിസ്പ്ലേ. അതായത് അറേ ഉപയോഗിച്ചിട്ട് അതിനെ റീഡ് ചെയ്യും, സം ചെയ്യും, ഡിസ്പ്ലേ ചെയ്യുക. അപ്പം നമ്മൾ 2 അറേനെ യൂസ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ. ആദ്യം ഫയൽ നെയിം കൊടുത്തു, ക്യാഷ് ഇൻക്ലൂഡ് stdi.h, ഫങ്ഷൻ മെയിൻ, വോയിഡ് മെയിൻ. അത് കഴിഞ്ഞിട്ട് ഇൻറ്റീജർ n അതായത് ഡിക്ലെയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പ്രിൻ്റ് ഫെൻ്റർ ഒരു ലിമിറ്റ് സെറ്റ് ചെയ്ത് കൊടുത്തു. പ്രിൻ്റ് ഫെൻ്റർ ലിമിറ്റ് ഒരു ലിമിറ്റ് കൊടുത്തു, പ്രിൻ്റ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ് അതിനെ റീഡ് ചെയ്ത് കൊടുത്തു, അഡ്രസ്സ് ചെയ്ത് എന്നിലേക്കാണ്. അത് കഴിഞ്ഞിട്ട് നമ്പർ എൻ്റർ ചെയ്തു, അതിനെ പ്രിൻ്റ് ചെയ്തു, പ്രിൻ്റ് എൻ്റർ ദ നമ്പേഴ്സ് /n. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ലൂപ്പ് ഇട്ട് കൊടുത്തു, കണ്ടീഷൻ ചെക്ക് ചെയ്തു, ഫോർ ഐ ഈക്വൽ ടു 0. അത് കഴിഞ്ഞിട്ട് ആ കണ്ടീഷൻ കറക്റ്റാണ്, ഐ ലെസ് ദാൻ n, അയാളുടെ വാല്യൂ എന്നേക്കാളും ചെറുതായിരിക്കണം. അത് കഴിഞ്ഞിട്ട് ഇൻക്രിമെൻറ്റ്, അയാളുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ആകും, അതായത് കൂടിക്കൂടി വരും. അത് കഴിഞ്ഞിട്ട് അറേനെ ഡിക്ലെയർ ചെയ്തു, അതായത് ഫസ്റ്റ് അറേനെ നമ്മൾ എന്ന് കൊടുത്തു, A of 100 10 അത് എത്ര വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം, സൈസ് കൊടുക്കുന്നതാണ് അത്. എന്നിട്ട് അതിനെ റീഡ് ചെയ്തു, സ്കാൻ ഓഫ് പേഴ്സണേജ് ആമ്പർസെൻ്റ് AFI. പിന്നെ ഇത് ചെയ്യുമ്പോൾ സെമിക്കോളൻ കൃത്യമായിട്ട് ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്കിനി ആദ്യത്തെ ആയല്ലോ, അതിനെ പ്രിൻ്റ് ചെയ്യുകയും റീഡ് ചെയ്യുകയൊക്കെ ചെയ്തു നമ്മൾ. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ അറേനെ രണ്ടാമത്തേന് ഒരു ലിമിറ്റ് ഇട്ട് കൊടുത്തു, എൻ്റെ അടുത്ത് ലിമിറ്റ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അതിനെ നമ്മൾ റീഡ് ചെയ്തു, അഡ്രസ്സ് ചെയ്യുന്നത്
രണ്ടും ഒരേപോലെ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഡിഫറൻറ്റ് കൊടുത്തു, M1 കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് എൻ്റർ ചെയ്യണം. രണ്ടാമത്തെ നമ്പർ നമുക്ക് എൻ്റർ ചെയ്യണ്ടേ. അപ്പം പ്രിൻ്റ് ഓഫ് എൻ്റെ നമ്പേഴ്സ് കൊടുത്തു. എന്നിട്ട് സ്ലാഷിൻ്റെ താഴെ വരാൻ വേണ്ടി ചെയ്താൽ. അത് കഴിഞ്ഞിട്ട് കണ്ടീഷൻ കൊടുക്കുമ്പം I<N വരും, I>M കൊടുക്കണം. കാരണം ഇവിടെ നമ്മൾ ലിമിറ്റ് അഡ്രസ്സ് ചെയ്തേക്കുന്ന എമ്മിലാണ്. അതുകൊണ്ട് നമ്മൾ എമ്മിൽ കൊടുത്തു. ഇൻക്രിമെൻറ്റ് അതായത് കൂടി വരും കണ്ടീഷൻ കറക്റ്റ് ആകുമ്പം. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ അറേനെ നമ്മൾ റീഡ് ചെയ്തു. അതായത് സ്കാൻ ഓഫ് പേഴ്സണലി B(i) B(i). അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള സമ്മിൻ്റെ നമ്മൾ മെട്രിക്സിലൊക്കെ നമ്മൾ പഠിച്ചുള്ള സംഭവമാണ്. അതായത് ഇഫ് M ഈക്വൽ ടു N. അതായത് ആദ്യത്തെ നമ്പർ നമ്മൾ ഒരു ലിമിറ്റ് കൊടുത്തില്ല, അത് രണ്ടും ഈക്വൽ ആയിരിക്കണം. അതായത് ഇപ്പം എന്താ പറയുക, ലിമിറ്റ് സെറ്റ് ചെയ്യുമ്പം രണ്ടിൻ്റെ ലിമിറ്റ് ഈക്വൽ ആയിരിക്കണം, എന്നാലാണ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുള്ളൂ. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആകുമ്പോൾ നമ്മൾ ലൂപ്പ് ഇട്ട് കൊടുത്തു അതിൻ്റെ ഉള്ളിൽ for i = 0, I<M, I++. അതായത് ഈ കണ്ടീഷൻ കറക്റ്റ് ആണെങ്കിൽ ഇത് സാറ്റിസ്ഫൈ ആകും. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുന്നതാണ് സം ഓഫ് i. അത് രണ്ടും പ്രൊഡക്റ്റ് അല്ല, സം ചെയ്യുന്നത് A(i) + B(i). അത് ചെയ്തു. ഇനി ആ കണ്ടീഷൻ റോങ് ആണെങ്കിൽ ഉള്ള കണ്ടീഷനാണ് പ്രിൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് സം കിട്ടത്തില്ല. സോ നമ്മളങ്ങനെ എഴുതി പ്രിൻ്റ് ചെയ്തു അങ്ങനെ. അത് കഴിഞ്ഞിട്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണെങ്കിൽ പ്രിൻ്റ് ചെയ്ത സം ഈ സ്ലാഷിന് താഴെ വരാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് ഇതിന് ജസ്റ്റ് നമുക്ക് എന്തായാലും ഇങ്ങനെ പ്രിൻ്റ് ചെയ്താൽ മാത്രം പോരല്ലോ, അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ നമ്മൾ കണ്ടീഷൻ കൊടുത്തു for i = 0, I>M, I++. നമ്മൾ മേളിൽ കൊടുത്ത കണ്ടീഷൻ തന്നെ താഴെയും കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അതിനെ ഡിസ്പ്ലേ ചെയ്തു. പിന്നെ ഈ സാധനം ഒന്ന് ജസ്റ്റ് താഴെ വരാൻ വേണ്ടിയാണ് പ്രിൻ്റ് ഓഫ് സ്ലാഷ്. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ലിമിറ്റ് കൊടുത്തു, ഒരു 5 കൊടുത്തു, നമ്പേഴ്സ് കൊടുത്തു 1, 5. കണ്ടോ, ഇത് കണ്ടോ, ഞാൻ ആദ്യത്തെ ലിമിറ്റ് 3 കൊടുത്തു, എന്നിട്ട് 3 നമ്പർ കൊടുത്തു. രണ്ടാമത്തെ ലിമിറ്റ് 7 കൊടുത്തപ്പം ഇങ്ങനെ കണ്ടോ, നോ സം എന്ന് കാണിച്ചു, സം ഈസ് 0. ഇനി നമുക്കൊന്ന് മാറ്റി കൊടുക്കാം, അതായത് ഒരേ ലിമിറ്റ് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഒരേ ലിമിറ്റാണ് കൊടുത്തേക്കുന്നത് രണ്ടും. അതായത് ആദ്യത്തെ അറേയിൽ 3 ലിമിറ്റ് കൊടുത്തു, രണ്ടാമത്തേൽ 3 ലിമിറ്റ് കൊടുത്തു, നമ്പറും എൻ്റർ ചെയ്തു. നമുക്ക് നോക്കാം. കണ്ടോ, സമ്മ് വന്ന് കണ്ടോ, 11, 14, 17. അതായത് 3 സം ഓഫ് ദ അറേസ് വന്നു. അതായത് സം ഓഫ് 2 അറേസിൻ്റെ സമ്മാണ് ഇത് വന്നേക്കുന്നത്. ഇനി നമുക്ക് അതായത് 4th കഴിഞ്ഞല്ലേ, ഇനി സെക്കൻഡ് പാർട്ടിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പോവാം. റീഡ് ദ റോൾ നമ്പർ, നെയിം ആൻഡ് ടോട്ടൽ മാർക്ക് ഓഫ് 1 സ്റ്റുഡൻറ്റ് ആൻഡ് ഡിസ്പ്ലേ ദ ഡാറ്റ. അതിന് ഫയൽ നെയിം കൊടുത്തു. ഇത് ഒരു യൂണിയൻ, അതായത് എല്ലാം കൂടി ഒരുമിച്ച് വരണം. അപ്പോൾ നമ്മൾ യൂണിയൻ കൊടുത്തു, അതായത് യൂണിയൻ സ്റ്റുഡൻറ്റ് സെമിക്കോളൻ കൊടുത്തു. ഇനി നമ്മൾ ഡിക്ലെയർ ചെയ്യണം, അതായത് ഓരോന്ന് പിള്ളേരുടെ റോൾ നമ്പർ, സ്റ്റുഡൻസിൻ്റെ റോൾ നമ്പർ. അത് എണ്ണൽ സംഖ്യയല്ല, അതായത് പോയിൻ്റ് ഒന്നും വരത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇൻറ്റീജർ 6 കൊടുത്തു. പിന്നെ നെയിമാണ്. അപ്പം നെയിം എന്ന് പറയുമ്പോൾ ABCDEFG അങ്ങനെ വരും. അപ്പോൾ ക്യാരക്ടർ വേണ്ടേ, ക്യാരക്ടർ നമ്മൾ നെയിമിങ്ങിന് ക്യാരക്ടർ കൊടുക്കും. അപ്പോൾ ക്യാരക്ടർ എന്നാണ് ഞാനിപ്പോൾ കൊടുത്തേക്കുന്നത്, അതിനകത്ത് എന്നോ ബിന്നോ എന്തെങ്കിലും കൊടുക്കാം. എന്നോ അതിനൊരു സൈസ് കൊടുത്തു, 100 പേരാന്ന് വെച്ചു. അപ്പോൾ ക്യാരക്ടർ N(100) എന്നിട്ട് ഡിക്ലെയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ M എന്ന് ഞാൻ ഉദ്ദേശിച്ചേക്കുന്ന മാർക്കാണ്, ടോട്ടൽ മാർക്ക്. അത് ഞാൻ ഡിക്ലെയർ ചെയ്തു. അത് ടോട്ടൽ മാർക്ക് നമ്മൾ ഒന്നെങ്കിൽ ഫ്ലോട്ട് ഇട്ട് കൊടുത്താലും, അതായത് ഫ്ലോട്ട് എമ്മെന്ന് കൊടുത്താലും കുഴപ്പമില്ല. അതായത് ഞാൻ റൗണ്ട് ചെയ്തിട്ടുള്ളൊരു ഫിഗറാണ് കൊടുക്കാൻ സാധിക്കുന്നത്. അപ്പം എൻ്റെ എമ്മെന്ന് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഫംഗ്ഷൻ വോയിഡ് മെയിൻ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്യുക. പ്രിൻ്റ് ഓഫ് എൻ്റർ ദ റോൾ നമ്പർ സ്ലാഷിംഗ് ഉദ്ദേശിച്ച് താഴെ വരാൻ വേണ്ടി. അത് കഴിഞ്ഞ് അതിനെ റീഡ് ചെയ്തു. അതുപോലെ തന്നെ നെയിം എൻ്റർ ചെയ്തു, അതിനെ റീഡ് ചെയ്തു. അതുപോലെ തന്നെ ഇൻറ്റീജർ ആണെങ്കിൽ %d-യിലായിരിക്കും അതിനെ സ്റ്റോർ ചെയ്യുന്നത്, മറ്റേതാണെങ്കിൽ %s-ലായിരിക്കും, അതായത് ക്യാരക്ടർ ആയതുകൊണ്ട്. ടോട്ടൽ മാർക്ക് നമ്മൾ ഫ്ലോട്ടിൽ കൊടുത്താലും കുഴപ്പമില്ല, ഫ്ലോട്ടിലാണെങ്കിൽ %f കൊടുക്കുക.
കൊടുത്താൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ പേഴ്സണൽ ഡി ആണെങ്കിലും കുഴപ്പമില്ല, അത് റൗണ്ട് ഫിഗറേ എടുത്തുള്ളൂ. പേഴ്സണൽ ഡി ആംബർസെൻ്റ് എം കൊടുത്തു, അത് ഞാൻ അവിടെ ഡിക്ലെയർ ചെയ്ത എം ആയതുകൊണ്ട് അങ്ങനെ ചെയ്തു. അതുപോലെ തന്നെ പിന്നെ അടുത്ത് ഞാൻ ചെയ്യുന്നത് പ്രിൻ്റ് ചെയ്തു അതിൻ്റെ ഡീറ്റെയിൽസ് /n. അതുപോലെ തന്നെ ഇതിന് ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്യണം നമുക്ക്, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തു. പിന്നെ എൻ്റെ ഡീറ്റെയിൽസ്, പിന്നെ എൻ്റെ റോൾ നമ്പർ ഈക്വൽ ടു പേഴ്സണൽ ഡി /n. എവിടെ നമ്മൾ റോൾ നമ്പർ 6 നമ്മൾ ചെയ്യേണ്ടത് സ്റ്റോർ ചെയ്തപ്പം അങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഓരോന്നിനെയും എല്ലാത്തിനെയും ഡിസ്പ്ലേ ചെയ്തു. അതുകൊണ്ട് ആ ഫംഗ്ഷന് മേളിലുള്ള ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. നമുക്കിനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഞാൻ റോൾ നമ്പർ 12 കൊടുത്തേക്കാം. 100 പേരെ കൊടുക്കാം. നമുക്ക് 100 പേരുള്ളതുകൊണ്ട് നമുക്ക് 12 കൊടുക്കാം. നെയിം അപ്പു എന്ന് കൊടുക്കാം. ടോട്ടൽ മാർക്ക് ഒരു 60 കൊടുത്തു. കണ്ടോ, ഡിസ്പ്ലേ ചെയ്ത് വന്നു. ഡീറ്റെയിൽസ് റോൾ നമ്പർ 12, നെയിം അപ്പു. എനിക്ക് എത്ര മാർക്ക് കിട്ടി? 60 കിട്ടി. അത്രേ ഉള്ളൂ. അടുത്തത് അതായത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. റീഡ് ദ റോൾ നമ്പർ, നെയിം ആൻഡ് ടോട്ടൽ മാർക്ക് ഓഫ് 10 സ്റ്റുഡൻസ് ആൻഡ് ഡിസ്പ്ലേ ദ ഡാറ്റ അല്ലേ? അപ്പം ഈ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് 10 സ്റ്റുഡൻറ്റിൻ്റെ 10 സ്റ്റുഡൻറ്റിൻ്റെ ടോട്ടൽ മാർക്ക് റീഡ് ചെയ്യുക, അവരുടെ റോൾ നമ്പർ റീഡ് ചെയ്യും, അതിൻ്റെ ഡാറ്റ ഡിസ്പ്ലേ ചെയ്യാമെന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നു. ഇപ്പോൾ നമ്മൾ ഫയൽ നെയിം കൊടുത്ത് ക്യാഷ് ഇൻക്ലൂഡ് stdi.h. അപ്പോൾ 10 പേരുടെ ആയതുകൊണ്ട് മറ്റേ നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരാളുടെ കണ്ടല്ലേ, ഇത് 10 പേരുടെ. അപ്പം സ്ട്രക്ചറിനാണ് സ്ട്രക്റ്റ് സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞേക്കുന്നത്. അതിന് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി അതിനകത്ത് ഓരോന്നിനെ ഡിക്ലെയർ ചെയ്തു. ഇൻ്റ് r എന്ന് കൊടുത്തു. അതായത് ക്യാരക്ടർ n/100, അത് എത്ര വേണമെങ്കിൽ സൈസ് നമുക്ക് കൊടുക്കാം. മാർക്ക് ഇൻ്റ് m എന്ന് കൊടുത്തു. അത് ഫ്ലോട്ട് m എന്ന് കൊടുത്താലും കുഴപ്പമില്ല. അതിൻ്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ടാണ് സ്റ്റുഡൻറ്റ് ഓഫ് 10, അതായത് 10 സ്റ്റുഡൻറ്റ് എന്നിട്ട് സെമിക്കോളൻ കൊടുത്തു. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ഇനി വോയിഡ് ഫങ്ഷൻ മെയിനിൽ അതിനകത്ത് ഇൻ്റ് i/n ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് printf എൻ്റെ ടോട്ടൽ സ്റ്റുഡൻസ് ഇൻ യുവർ ക്ലാസ്, അതായത് നമ്മുടെ ക്ലാസ്സിലുള്ള മൊത്തമുള്ള സ്റ്റുഡൻസിൻ്റെ ജസ്റ്റ് എൻ്റർ ചെയ്തു. നമുക്ക് എൻ്റർ ചെയ്യാനുള്ളൊരു പ്രിൻ്റ് ചെയ്തു വന്നത്. അത് കഴിഞ്ഞിട്ട് താഴെ സെലക്ഷൻ കൊടുത്തു. അതിനെ റീഡ് ചെയ്തു. എന്നിലേക്ക് അതിനെ അഡ്രസ്സ് ചെയ്തു, സ്റ്റോർ ചെയ്തു. ഇൻറ്റീജർ ആയതുകൊണ്ട് അതിനെ സ്റ്റോർ ചെയ്തു. അതായത് എണ്ണസംഖ്യയല്ലേ 1 തൊട്ട് 10 വരെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യത്തെ കുട്ടി ആയതുകൊണ്ട് = 1, നമുക്ക് 0 തൊട്ടല്ലല്ലോ അത് തുടങ്ങേണ്ടത്. അപ്പം നമ്മൾ ഒന്നാമത്തെ ആളിന് തൊട്ടാകുമ്പോൾ 1 എന്ന് കൊടുത്തു. = 1 ഇനിഷ്യലൈസേഷൻ. പിന്നെ ഐയുടെ വാല്യൂ 1 അല്ലെങ്കിൽ ഈക്വലോ അല്ല, അത് 10ലും 10ൻ്റെ 1ൻ്റെ ഇടയ്ക്കല്ലേ ആൾക്കാർ 1, 2, 3, 4. അപ്പം ഒന്നെങ്കിൽ 1 ആവാം, അല്ലെങ്കിൽ 1ൻ്റെ താഴെ ആകാം. അതായത് ഒന്നെങ്കിൽ 10 ആവാം, അല്ലെങ്കിൽ 10ൽ താഴെ ആവാം, അതായത് ഐയുടെ വാല്യൂ. പക്ഷേ അതായത് ഒന്നെങ്കിൽ 1 ആകാം, അല്ലെങ്കിൽ അതായത് ഇപ്പം 0 ഒന്നും ആകാൻ പാടില്ല. അങ്ങനെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണെങ്കിൽ ഐയുടെ വാല്യൂ കൂടി വരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രിൻ്റ് ചെയ്തു റോൾ നമ്പർ, നെയിം, ടോട്ടൽ മാർക്സ്. അപ്പോൾ അത് ഐയിലേക്കാണ് നിലവിലത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതിനെ റീഡ് ചെയ്തു. അപ്പോൾ ഇൻറ്റീരിയർ ആയതുകൊണ്ട് മറ്റേ ഇൻവേർട്ടർ കോമ ഇട്ടു. പേഴ്സണൽ ഡി ആദ്യം, അതായത് റോൾ നമ്പർ ഇൻറ്റീജറാണ്. അത് കഴിഞ്ഞിട്ട് പേഴ്സൻറ്റേജ് ക്യാരക്ടർ നെയിം, അത് കഴിഞ്ഞിട്ട് പേഴ്സണൽ ഡി മാർക്ക് കൊടുത്തു. എന്നിട്ട് ഇതിലെല്ലാം നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന സ്റ്റുഡൻറ്റിലേക്കാണ്. ഇപ്പോൾ student_of_5.r റോൾ നമ്പർ, student_of_5.n നെയിം, $student_of_5.m. ഇത് നമ്മുടെ ക്യാരക്ടറിൻ്റെ മാത്രം, അതായത് ആംബർസെൻ്റ് കൊടുക്കാൻ പാടില്ല, അങ്ങനെയുണ്ട്. ബാക്കിയെല്ലാം ആംബർസെൻ്റ് അഡ്രസ്സ് ചെയ്തതിന് കൊടുക്കുന്നത്. അതുകൊണ്ട് printf എൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തു, /n കൊടുത്തു, പ്രിൻ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട്
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 0 അല്ല, ആദ്യത്തെ ആളുടെയാണ് വേണ്ടത്. അപ്പം =1 കൊടുത്തു, കണ്ടീഷൻ ചെക്ക് ചെയ്തു, അത് കഴിഞ്ഞിട്ട് അതിനെ ഡിസ്പ്ലേ ചെയ്തു. അത്രയും നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. രണ്ടാമത്തേൻ്റെ 3, അതായത് റീഡ് ദ റോൾ നമ്പർ, നെയിം ആൻഡ് ടോട്ടൽ മാർക്ക് ഓഫ് എനി സ്റ്റുഡൻസ് ആൻഡ് ഡിസ്പ്ലേ ദ ഡാറ്റ. നമ്മൾ ഫയൽ നെയിം കൊടുത്തു, ക്യാഷ് ഇൻക്ലൂഡ് stdio.h ടെസ്റ്റ് സ്റ്റുഡൻറ്റ്. അതുപോലെ ഇൻറ്റ് റോൾ നമ്പർ, അതായത് പോയിൻ്റ് ഒന്നും വരാത്തതാണ് ഇൻറ്റ് കൊടുത്തു. ക്യാരക്ടർ N(100), ഇനി മാർക്ക് ഫ്ലോട്ട് കൊടുത്താലും കുഴപ്പമില്ല, ഇൻറ്റെന്ന് കൊടുത്താലും പ്രശ്നമില്ല, ഇൻറ്റെം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് സ്റ്റുഡൻറ്റ് ഓഫ് 10 സ്റ്റുഡൻറ്റ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, ക്വസ്റ്റ്യൻ പറഞ്ഞത്. അതുപോലെ നമ്മൾ ഫംഗ്ഷൻ മെയിൻ കൊടുത്തു, വേർഡ് മെയിന്. അതിൻ്റെ അകത്ത് നമ്മൾ ഡിക്ലെയർ ചെയ്തു ഐ കൊടുത്തു, എന്നും ഡിക്ലെയർ ചെയ്തു. ഇനി ആദ്യത്തെ സ്റ്റുഡൻറ്റിൻ്റെ തൊട്ട് നമ്മൾ നോക്കുന്നതുകൊണ്ട് നമ്മൾ ഫോർ ലൂപ്പിൽ i=1 കൊടുത്തു. പിന്നെ ഒന്നെങ്കിൽ 10 താഴെയോ, അതാണ് അവിടെ i<10 കൊടുത്തിരിക്കുന്നത്. ഈ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് ആണെങ്കിൽ ഈ വാല്യൂ കൂടി വരും. അതായത് ഇപ്പോൾ 1 ആണെങ്കിൽ 2 ആവും, 3 ആവും, അങ്ങനെ 10 വരെ, അത്രേ ഉള്ളൂ. അതാണ് ഇവിടെ. അതുപോലെ തന്നെ ഇതിനെ പ്രിൻ്റ് ചെയ്തു. പ്രിൻ്റ് ചെയ്യേണ്ടത് റോൾ നമ്പർ, നെയിം, ടോട്ടൽ മാർക്ക് ഓഫ് സ്റ്റുഡൻറ്റ്. അത് ഇതിലേക്കാണ് നമ്മൾ അസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. അതായത് സ്റ്റുഡൻറ്റ് ഓഫ് STO5, അതായത് 10 സ്റ്റുഡൻറ്റിൻ്റെ മാത്രമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്, റോൾ നമ്പറും മാർക്കും നെയിമും. അതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തു. അത് റീഡ് ചെയ്തേക്കുന്ന സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇൻറ്റീജറിൻ്റെ ആണെങ്കിൽ %ഡിയിൽ സ്റ്റോർ ചെയ്യും, നെയിം ആണെങ്കിൽ %, മറ്റേ മാർക്ക് %(4)%. അഡ്രസ്സ് ചെയ്ത് വെക്കുക നമ്മൾ സ്റ്റുഡൻറ്റ് ഓഫ് 5, അതായത് 10 സ്റ്റുഡൻറ്റ്, സ്റ്റുഡൻറ്റ് ഓഫ് 5. നെയിം ആയതുകൊണ്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന ആമ്പർസെൻ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, സ്റ്റുഡൻറ്റ് ഓഫ് 5 .NAME. അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് ഓഫ് 5 .മാർക്ക്, എന്നിട്ട് സെമിക്കോളൻ ഇട്ടു. എന്നിട്ട് നമ്മൾ മേലത്തെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ പ്രിൻ്റ് ചെയ്യുക അതിൻ്റെ അത് ഡീറ്റെയിൽസ് /n, അതായത് നമ്മൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് നേരെ ഇങ്ങനെ താഴെയായിട്ട് വരും, അത്രേ ഉള്ളൂ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്തു. ഫോർ = നേരത്തെ മുന്നേ പറഞ്ഞ കണ്ടീഷൻ ചെക്ക് ചെയ്തു. ഫോർ =1, i<10 i+ ഇൻക്രിമെൻ്റ് ചെയ്തു. ആയിട്ട് ഇനി നമ്മൾ ജസ്റ്റ് പ്രിൻ്റ് ചെയ്ത് വരുന്നു, അത്രേ ഉള്ളൂ. ഞാൻ റോൾ നമ്പർ അടിച്ചു കൊടുത്തു, 12 അടിച്ചു കൊടുത്തു, 13 കൊടുത്തു. ഇനി എൻ്റെ പേര് തന്നെ എടുത്തു, സജിൽ കൊടുത്തു, മാർക്ക് കൊടുത്തു, 100 80 കൊടുക്കാം. അങ്ങനെ ഓരോന്നും അടിച്ചു കൊടുക്കുമ്പോൾ അത് ഡിസ്പ്ലേ ചെയ്യുന്നതാണ് ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അത്രേ ഉള്ളൂ. ഇനി നാലാമത്തെ റീഡ് ദ റോൾ നമ്പർ, നെയിം, ടോട്ടൽ മാർക്ക് ഓഫ് എനി സ്റ്റുഡൻസ് ആൻഡ് ഡിസ്പ്ലേ ഇൻ അസെൻഡിങ് ഓർഡർ. അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ വലുതിൽ നിന്ന് ചെറുതിലേക്ക്, അതായത് ഒരു ഓർഡറിൽ അസെൻഡിങ് വലുത്. ഇപ്പം 10 ആളുടെ ആണെങ്കിൽ 1 നിന്ന് 10 വരെ അങ്ങനെ ആയിരിക്കണം. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? റീഡ് ദ അതായത് അസെൻഡിങ് ഓർഡറിലാണ്, അതായത് തന്നെ. അപ്പോൾ എനിക്ക് ഇച്ചിരി സമയക്കുറവുള്ളതുകൊണ്ട് ഞാനിത് സ്റ്റുഡൻറ്റിൻ്റെ 10 എന്നുള്ളത് ഒരു 4 ആക്കുക. ഞാൻ എൻ്റർ ചെയ്തു. ആദ്യത്തെ 4 പേരുടെ ഓർഡർ എത്തിച്ചു കഴിഞ്ഞു. നമുക്ക് നോക്കാമല്ലോ. അതായത് കണ്ട അസെൻഡിങ് ഓർഡറിൽ തന്നെ 70, 89, 90, 100 കണ്ടോ. ആ മാർക്കിൻ്റെ ഓർഡർ കറക്റ്റായിട്ട് 70, 89 കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് വന്നു, അത്രേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, റീഡ് ദ എംപ്ലോയി ID, employment name, salary of an employee is displaying the ascending order of the salary using the function. അത് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് എംപ്ലോയ്മെൻറ്റ്, അതായത് എംപ്ലോയിയുടെ ID, നെയിം, സാലറി ഡിസ്പ്ലേ ചെയ്യുക. അത് അസെൻഡിങ് ഓർഡർ എന്നാണ്, അതായത് ചെറുതിൽ നിന്ന് വലുതിലേക്ക്. അതായത് സാലറി, അതായത്
അവർക്ക് കിട്ടുന്ന മാസം വരുമാനം ഏറ്റവും കുറവ് ശമ്പളം കിട്ടുന്ന ആളിൽ നിന്നും വലിയ ശമ്പളം കിട്ടുന്ന ആളിലേക്കായിരിക്കണം ഓർഡർ എന്നാണ് ഇവർ പറഞ്ഞേക്കുന്നത്. നമ്മൾ ഫയൽ നെയിം കൊടുത്തു, വോയിഡ് ഫയൽ നെയിം ക്യാഷ് ഇൻക്ലൂഡ് std.h കൊടുത്ത് വോയിഡ് റീഡ്, അതായത് അതിനെ ഡിക്ലെയർ ചെയ്തു. ഇനി അതിൻ്റെ അകത്ത് സ്ട്രക്ചർ ഓഫ് സ്റ്റുഡൻറ്റ്, എന്നിട്ട് എത്ര ക്യാരക്ടർ നെയിം 30 60 എത്ര വേണമെങ്കിൽ കൊടുക്കുക. അതിന് ID നമ്പർ എൻ്റെ ID കൊടുത്തു. സാലറി പോയിൻ്റ് വരുന്നതാണ് ഫ്ലോട്ട് സാലറി എന്ന് കൊടുത്തു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഫങ്ഷൻ മെയിനിൽ റീഡിനെ കോൾ ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഫങ്ഷൻ ഡിഫൈൻ കൊടുത്തു. ഫങ്ഷൻ ഡെഫിനിഷന് അതിൻ്റെ അകത്ത് ഇൻറ്റിനെ ഐനെ എന്നിനെയും ജെയിനെയും ഡിക്ലെയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്നിട്ട് സ്ട്രക്റ്റ് എംപ്ലോയി, എന്നിട്ട് എത്ര 20 ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ് സൈസ് കൊടുത്തു 20 കൊടുത്തു. പിന്നെ ഒരു ടെമ്പററി നമ്മൾ ഡിക്ലെയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് എൻ്റർ ദ നെയിം എന്ന് കൊടുത്തു. എൻ്റർ ദ നെയിം അല്ല, എൻ്റെ എത്ര പേരാണെന്ന് എൻ്റർ ദ നമ്പേഴ്സ് കൊടുത്തു. എന്നിട്ട് അതിനെ റീഡ് ചെയ്തു. സ്കാനർ പേഴ്സണേജ് ആംപർസൻഡ് എന്ന്. അത് കഴിഞ്ഞിട്ട് ഫോർ ലൂപ്പ് ഇട്ട് കൊടുത്തു. i = 0, i <n ഇൻക്രിമെൻറ്റ്. അത് കഴിഞ്ഞിട്ട് നെയിം പ്രിൻ്റ് ചെയ്തു. ID സാലറി ഓഫ് സ്റ്റുഡൻറ്റ് /n കൊടുത്തു. അത് കഴിഞ്ഞ് അതിനെ സ്റ്റോർ ചെയ്തു. പെർസെൻറ്റേജസ് എന്ന് പറയുന്നത് നെയിം ആയതുകൊണ്ടാണ് പെർസെൻറ്റേജസ് കൊടുത്തത്. ID 1 2 3 4, അതായത് ഫ്ലോട്ട് പോയിൻ്റ് ഇല്ലാത്ത സാധനം ആയതുകൊണ്ടാണ് പെർസെൻറ്റേജ് കൊടുത്തത്. ഇൻറ്റീജറാണ്. മറ്റേ സാലറി ഓഫ് സ്റ്റുഡൻറ്റ് പോയിൻ്റ് അങ്ങൊക്കെ വരുന്നതുകൊണ്ടാണ് അത് പെർസെൻറ്റേജ് ഫ്ലോട്ട്. പിന്നെ അഡ്രസ്സ് ചെയ്തു. എംപ്ലോയ്മെൻറ്റ് ഓഫ് i.name, ആംപർസെൻറ്റ് നെയിം ആയതുകൊണ്ടാണ് ആംപർസെൻറ്റ് കൊടുക്കുകയായിരുന്നത്. ആംപർസെൻറ്റ് EMP ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓഫ് i.id, ആംപർസെൻറ്റ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓഫ് i.salary സെമിക്കോളൻ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഫോർ ലൂപ്പ് ഇട്ടു. for i = 0, i <n -1, i++. അതായത് ഇവിടുത്തെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതിൽ നിന്ന് വലുതേക്ക്. അപ്പം ആദ്യം എന്നിൽ നിന്ന് വീണ്ടും കുറഞ്ഞ് വരും, പിന്നെ കൂടി അങ്ങനെയാണ്. അതായത് ഐയുടെ വാല്യൂ ഇപ്പം 5 ആണെങ്കിൽ 5 - 1 4 വരും. ഇപ്പം 4 5 അങ്ങനെ കുറവിൽ നിന്ന് കൂടി വരും. അങ്ങനെ അതുകൊണ്ടാണ് അവിടെ കണ്ടീഷൻ i <n -1 എന്ന് വന്നത്. അടുത്ത അതിനകത്ത് ഒരു ലൂപ്പും കൂടി കൊടുത്തു. for j = i+1, അതായത് ജെയുടെ വാല്യൂ ഒന്ന് കൂടും. സോ ജെയുടെ വാല്യൂ എന്നേക്കാളും ചെറുതായിരിക്കണം. സോ ജെ ഇൻക്രിമെൻ്റ് ചെയ്യും. ആണെങ്കിൽ അടുത്ത ആ കണ്ടീഷൻ ചെക്ക് employment.salary, അതായത് 100 എംപ്ലോയ്മെൻറ്റ് സാലറി എംപ്ലോയ്മെൻറ്റ് ഓഫ് ജെ സാലറിയേക്കാളും ഗ്രേറ്റർ ആയിരിക്കണം, അതായത് ചെറുതാകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ടെമ്പററി ഫങ്ഷനായിട്ട് എംപ്ലോയ്മെൻറ്റ് ഓഫ് ഐയുടെ എടുക്കണം. പിന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എംപ്ലോയ്മെൻറ്റ് ഓഫ് i = എംപ്ലോയ്മെൻറ്റ് ഓഫ് ജെ, പിന്നെ എംപ്ലോയ്മെൻറ്റ് ഓഫ് ജെ = ടെമ്പ്. അതായത് രണ്ട് എംപ്ലോയിയുടെ വേരിയബിൾ ടെമ്പററി ആയിട്ട് എടുക്കണം, പിന്നെ രണ്ട് ഈക്വൽ ആയിട്ട് എടുക്കണം. അത് കഴിഞ്ഞിട്ട് ഈ റെക്കോർഡ്സ് പ്രിൻറ്റ് ചെയ്യണം. എന്നിട്ട് വീണ്ടും നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുക. നേരത്തെ മുകളിൽ പറഞ്ഞാൽ for i = 0, i <n ഇൻക്രിമെൻറ്റ്, i+ ഇൻക്രിമെൻറ്റ്, പിന്നെ അതിനെ ജസ്റ്റ് പ്രിൻറ്റ് ചെയ്യുക. അതായത് നെയിമിനെ പെർസെൻറ്റേജസ് /n എംപ്ലോയ്മെൻറ്റ് ഓഫ് i.name ഇതിനെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുവാണേ. അത് കഴിഞ്ഞിട്ട് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ നമ്മൾ മറ്റേ പറഞ്ഞ അസെൻഡിങ് ഓർഡറിലാണ് ചെയ്യേണ്ടത്.
ഓരോന്നിനും ഐ ഡി പ്രിൻ്റ് ചെയ്തു, നെയിം പ്രിൻ്റ് ചെയ്തു, ഐ ഡി പ്രിൻ്റ് ചെയ്തു, സാലറി പ്രിൻ്റ് ചെയ്തു. പിന്നെ ഇതിനകത്ത് ഈ 0.2% എന്ന് ഉദ്ദേശിച്ചേക്കുന്ന 2 ദശാംശ സംഖ്യ മാറ്റുകയാണ് നമ്മൾ പോയിൻ്റ് കുത്താൻ. അങ്ങനെ ആണ് ഇവിടെ ഉദ്ദേശിച്ചേക്കുന്നത്. അങ്ങനെ എംപ്ലോയ്മെൻ്റ് ഓഫ് i.salary അത്രേ ഉള്ളൂ. ഞാൻ എത്ര ആളാണ് ഉള്ളത്? 2 ആൾ കൊടുത്തു. നെയിം ഐ ഡി സാലറി ഓഫ് സ്റ്റുഡൻറ്റ്. ഞാൻ ഐ ഡിയും എൻ്റെ പേരും കൊടുത്തു, അതിന് ശമ്പളവും കൊടുത്തു, അതേപോലെ രണ്ടാമത്തെ ആളുടെ പേര് കൊടുത്തു. അതിന് സോർട്ടഡ് ആയിട്ട് വന്നേക്കുന്നുണ്ടോ? 2 കണ്ടോ, കറക്റ്റായിട്ട് ഓർഡറായിട്ട് വന്നേക്കുന്നുണ്ടോ? അതായത് ഐ ഡി രണ്ടാമത്തെ ആളുടെ സാലറി 2000, അതായത് ഏറ്റവും കുറവ് 2000 അതിന് മുകളിൽ 7000, അങ്ങനെ അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അടുത്തത് പോയിൻ്ററിനാണ്. പോയിൻ്ററിന് നമുക്ക് ഒരു 2 പോയിൻ്ററിൻ്റെ സമ കണ്ടുപിടിച്ച് നോക്കാം. ഇവിടെ ഞാൻ ഫയൽ നെയിം കൊടുത്ത് ക്യാഷ് ഇൻക്ലൂഡ് എസ്റ്റിമേറ്റ് റിട്ടേൺസ് ഇൻഡ്, അതായത് വോയിഡ് മെയിനിലാണെങ്കിൽ റിട്ടേൺ 0 കൊടുക്കും. കണ്ടോ, ഇവിടെ ഞാൻ ഇൻഡ് മെയിൻ കൊടുത്തോണ്ടാണ് റിട്ടേൺ 0 താഴെ കൊടുത്ത്. അത് കഴിഞ്ഞിട്ട് ഡിക്ലെയർ ചെയ്തു, എന്നെ ഡിക്ലെയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പ്രിൻ്റ് ഒരു ലിമിറ്റ് കൊടുത്തു. 4 വരെയാണെങ്കിൽ 4 കൊടുത്തു, അല്ലെങ്കിൽ എൻ്റെ ലിമിറ്റ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അത് എന്നാണ്, നമ്മൾ എന്നിലാണ് അഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. സ്കാൻ ഓഫ് പേഴ്സൺ ഐ ഡി ആംബർസെൻ്റ് എന്ന് അതിനെ റീഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏതൊക്കെയാണ്, ഇപ്പോൾ 5 ലിമിറ്റ്, 5 എലമെൻറ്റ് എൻ്റർ ചെയ്തു. എൻ്റെ അടുത്ത എലമെൻറ്റ്സ്. അത് കഴിഞ്ഞിട്ട് സമയക്കുള്ള 0 കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വർക്കാവുന്നത്. അത് കഴിഞ്ഞിട്ട് പോയിൻ്റർ ഈക്വൽ ടു PTR, പോയിൻ്റർ അല്ലെങ്കിൽ പോയിൻ്ററിന് കൊടുക്കുക. പോയിൻ്ററിന് ഈക്വൽ ടു ആംബർസെൻ്റ് അഡ്രസ്സ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ലൂപ്പ് ഇട്ട് കൊടുത്തു. ഫോർ i equal to 0, i less than n, i plus plus. എന്നിട്ട് അതിനകത്ത് ഈ അറേനെ നമ്മൾ റീഡ് ചെയ്തു. ഈ പേഴ്സണലി ഇവിടെ ഇട്ട് കൊടുത്തേക്കുന്നത് അത് ഇൻറ്റിജർ ആയതുകൊണ്ടാണ്. അത് കഴിഞ്ഞിട്ട് സം ഈക്വൽ ടു സം പ്ലസ്, അതായത് നമ്മൾ ഒന്നിന് ഇപ്പോൾ 0 ആണ്, 0 പ്ലസ് പോയിൻ്റർ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അതിനെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആ സാധനത്തിന് നമ്മൾ ഡിസ്പ്ലേ ചെയ്തു, റിട്ടേൺ 0 കൊടുത്തു. അത്രേ ഉള്ളൂ. ഞാൻ ഇതിനകത്തൊരു ലിമിറ്റ് ഇട്ട് കൊടുത്തേ, ഒരു 3 കൊടുക്കാം. ഇനി എലമെൻറ്റ്സ് കൊടുത്തു. 3, 4, 5. കണ്ടോ, 3 + 4 7, 7 + 5 12. അപ്പോൾ ഉത്തരം കറക്റ്റ്. അത്രേ ഉള്ളൂ. അതേപോലെ ഇനി ഇത് മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലും, അതായത് ഈ പോയിൻ്ററിനെ അസൈൻ ചെയ്ത് കൊടുത്താൽ മതി. A ആണെങ്കിൽ A, അല്ലെങ്കിൽ B ആണെങ്കിൽ B. ബാക്കിയൊക്കെ നമ്മൾ സാധാരണ പോലെ തന്നെ സ്റ്റാർ പോയിൻ്റർ ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചാൽ മതി. പ്രോഗ്രാമൊക്കെ ഏകദേശം സിമിലർ തന്നെയാണ്. ഈ പോയിൻ്ററിലേക്ക് അസൈൻ ചെയ്യുന്നത് മാത്രമേ അത് വ്യത്യാസമുള്ളൂ. ബാക്കി നമ്മൾ സംഭവം മൾട്ടിപ്ലിക്കേഷനൊക്കെ ചെയ്ത പോലൊക്കെ തന്നെ.